നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ലോക്സഭയിൽ പ്രതിഷേധിച്ച 25 കോൺഗ്രസ് എംപിമാർക്ക് 5 ദിവസത്തെ സസ്പെൻഷൻ. നടപടി നേരിട്ടവരിൽ 4 കേരള എംപിമാരും. ശ്രീ എം കെ രാഘവൻ, ശ്രീ കെ സുരേഷ്, ശ്രീ കെ സി വേണുഗോപാൽ. ജനാധിപത്യത്തിലെ കറുത്ത ദിനമെന്ന് സോണിയാഗാന്ധി. കോൺഗ്രസിനെ പിന്തുണച്ച് ഇടതുകക്ഷികളും തൃണമൂലും ആം ആദ്മിയും. ഭൂനിയമങ്ങൾ അട്ടിമറിച്ച് റവന്യൂ വകുപ്പിന്റെ വിജ്ഞാപനം. 2005 വരെ നടത്തിയ മലയോര കയ്യേറ്റങ്ങൾക്ക് നിയമസാധുത. PM സുധീരൻ വിശദീകരണം തേടി. വാഗ്ദാന പാലനം മാത്രമെന്ന് മുഖ്യമന്ത്രി. മാറ്റം മാഫിയയ്ക്ക് വേണ്ടിയെന്ന് പ്രതിപക്ഷം. ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള നീക്കം കേന്ദ്രം ഉപേക്ഷിക്കുന്നു. UPA സർക്കാരിന്റെ നിയമത്തിൽ വരുത്തിയ 6 മാറ്റങ്ങളും ഉപേക്ഷിക്കും. നിയമനിർമ്മാണം സംസ്ഥാനങ്ങൾക്ക് വിടും. നാഗാലാൻഡ് വിമതരുമായി കേന്ദ്ര സർക്കാർ സമാധാന കരാറിലെത്തി. നിലവിളക്ക് വിവാദത്തിൽ മുൻഗാമികളുടെ പാത പിന്തുടരണമെന്ന് ഹൈദരലി തങ്ങൾ ലീഗ് യോഗത്തിൽ. പരസ്യ വിവാദം പാടില്ലെന്ന് കർശന നിർദ്ദേശം. സസ്പെൻഷൻ വിവാദം കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം മൂലമെന്ന് യോഗത്തിൽ വിമർശനം. കൊച്ചി തിരുവാങ്കുളത്ത് പാറമടയിലെ വെള്ളക്കെട്ടിലേക്ക് കാർ മറിഞ്ഞ് 4 മരണം. അപകടത്തിൽപ്പെട്ടത് തൊടുപുഴയിൽ നിന്നുള്ള കുടുംബം. ഉത്തരേന്ത്യൻ മഴക്കെടുതിയിൽ മരണസംഖ്യ 120ആയി. വിശദമായി. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തിയതിന് 25 കോൺഗ്രസ് എംപിമാരെ ലോക്സഭാ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MK രാഘവൻ എന്നിവരും സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നടപടിക്കെതിരെ കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. न तो किसी के खिलाफ कोई प्राइमा फेसिया केस बना है और न तो CBC ने उस पक्ष का विश्वास है कि कांग्रेस का विश्वास है तो उसे भी चर्चा की. സഭാസ്തംഭനം ഒഴിവാക്കാൻ സർക്കാർ വിളിച്ചേർത്ത സർവകക്ഷി യോഗം പരാജയപ്പെട്ടതിനു പിന്നാലെ 2 മണിക്ക് സഭ ആരംഭിച്ചപ്പോഴും ലളിത് മോദി വ്യാപം വിഷയത്തിൽ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ ബഹളം തുടർന്നു. പ്രതിഷേധം അവഗണിച്ച് സഭാ നടപടികളുമായി മുന്നോട്ട് പോയ സ്പീക്കർ സുമിത്ര മഹാജൻ അംഗങ്ങൾ ബഹളം തുടർന്നതോടെ നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. I am requesting their leaders to see to it. I am naming all of them. സ്പീക്കറുടെ മുന്നറിയിപ്പ് അവഗണിച്ചും പ്രതിഷേധം പ്രതിപക്ഷം ശക്തമാക്കിയതോടെ എംപിമാരുടെ പേരെടുത്ത് പറഞ്ഞ് ഒടുവിൽ സസ്പെൻഷൻ. സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്ലക്കാർഡ് ഉയർത്തിക്കാട്ടി തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ചട്ടം 374 പ്രകാരമുള്ള നടപടി. ശ്രീ രാമചന്ദ്രൻ മുല്ലപ്പള്ളി, ശ്രീ MK രാഘവൻ, ശ്രീ കെ സുരേഷ്, ശ്രീ കെ സി വേണുഗോപാൽ. I am naming all of you. സഭാ ചട്ടങ്ങൾ ലംഘിച്ചെന്ന് മാത്രമല്ല മറ്റംഗങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്നും സ്പീക്കർ പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രി KH മുനിയപ്പ, തരുൺ ഗൊഗോയ്, ദീപേന്ദ്ര ഹൂഡ, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MK രാഘവൻ തുടങ്ങി 25 പേർക്ക് 5 ദിവസത്തേക്കാണ് സസ്പെൻഷൻ. നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ സോണിയാഗാന്ധിയുടെയും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ എംപിമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. 25 എംപിമാരെ സസ്പെൻഡ് ചെയ്യുക വഴി അത്യപൂർവമായ നടപടിക്കാണ് ലോക്സഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എംപിമാർ സസ്പെൻഷനിലായെങ്കിലും മറ്റു പാർട്ടികളെ കൂടി ഏകോപിപ്പിച്ച് സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ER രാഗേഷ്, റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം കൊടിക്കുന്നിൽ സുരേഷ്, KN ബാലഗോപാൽ MP, VV രാജേഷ്, PS ശ്രീധരൻപിള്ള എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ PS ശ്രീധരൻപിള്ള, സ്പീക്കറുടെ നടപടി പ്രകോപനപരമാണ്. ആദ്യം നിങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കാതിരുന്നു. ഇപ്പോൾ പ്ലക്കാർഡ് സ്പീക്കറുടെയും മന്ത്രിമാരുടെയും മുഖത്തേക്ക് വരുന്നു എന്നറിയുമ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുന്നു. ഇതൊരു ജനാധിപത്യ പ്രതിഷേധ പ്രകടനമാണ്. അങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനത്തെ പോലും അനുവദിക്കില്ല എന്നുള്ള നിലപാട് അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കലാണ്. LK അദ്വാനി പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന നേതൃത്വമല്ല ഇന്ത്യ ഭരിക്കുന്നത് എന്ന്. നിങ്ങളുടെ ബ്ലഡിൽ അതുണ്ട്, സ്വേച്ഛാധിപത്യം. ഈ അടിയന്തരാവസ്ഥ ബ്ലഡ് ഞങ്ങളുണ്ടെന്ന് പറയുമ്പം അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ ആളുകൾ ഞങ്ങളാണ്. ചരിത്രം അതാണ്. അതുകൊണ്ട് അടിയന്തരാവസ്ഥയിലെ പോരാട്ടത്തിൽ മനുഷ്യ സ്വാതന്ത്ര്യം തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നവരാണ്. പിന്നെ ഇതിലെന്താ നികേഷ് ഇത്ര വലിയൊരു പ്രശ്നമായിട്ട് പറയാനായിട്ടുള്ളത് എന്താ? എല്ലാ ശ്രമങ്ങളും നടത്തി. ഇപ്പോൾ നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യ ക്രമത്തിൽ 5 കൊല്ലത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 1ാം സ്ഥാനം ലഭിക്കുന്ന ആൾ ജനങ്ങൾ മാൻഡേറ്റ് നൽകുന്ന ആൾ ഭരിക്കും. മറ്റുള്ളവർ മാതൃകാ പ്രതിപക്ഷമായി പ്രവർത്തിച്ചുകൊണ്ട് അവർ 5 കൊല്ലം കഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരാൻ ശ്രമിക്കണം. ഇതല്ലേ ജനാധിപത്യ പ്രക്രിയ. ഇവിടെ ഒരു പ്രശ്നം ഉന്നയിക്കുന്നു, ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ ജെയ്റ്റ്ലി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പാർലമെന്ററി മന്ത്രി പറഞ്ഞു. ചർച്ചയോ അങ്ങനെയുള്ള കാര്യങ്ങളോ അവിടെ നിൽക്കട്ടെ. ശ്രീധരൻപിള്ള, ഇന്ന്
മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് ഇത് ഗുജറാത്ത് മോഡലാണ്. ഗുജറാത്തിൽ അങ്ങനെയാണ്. നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ മിണ്ടിയും പറഞ്ഞും പോയാൽ ഉടനെ അവരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള രീതിയാണ് അവലംബിച്ചത്. അത് നിങ്ങൾ പാർലമെന്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നികേഷ് ഒരു തെറ്റായ രീതിയിലാണ് ഇതിനെ കാണുന്നത്. എനിക്കതിൽ താങ്കളോട് എന്ത് പറയാൻ, ഞാൻ സ്വയം സഹതപിക്കുകയല്ല എന്ത് പറയാനാണ്. കാരണം ഇതിൽ പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുകയാണ്, നടത്താൻ സമ്മതിക്കില്ല. അല്ല, പ്രസംഗമാണ് അവർക്ക് പറയാമല്ലോ. ആരെ വിമർശിച്ചുകൊണ്ടും ഇപ്പോഴ് ടെലിവിഷൻ സൗകര്യമുണ്ട്, ലോകമാസകലം പാർലമെൻറ്റ് നടക്കുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെ യുക്തിഭദ്രമായ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഭരണകക്ഷി തെറ്റാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയല്ലേ വേണ്ടത്. അതല്ലേ ജനാധിപത്യ ക്രമം. മറിച്ച് ഞങ്ങൾ നടത്തില്ല എന്ന് പറഞ്ഞാൽ കയ്യൂക്കിൻ്റെയും മെയ്വഴക്കത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പാർലമെന്റിനെ സ്തംഭിപ്പിക്കുന്ന ഒരു സംവിധാനത്തോട് സ്പീക്കർക്ക് നടപടിയെടുക്കാനുള്ള അധികാരം. ശ്രീ കെ എൻ ബാലഗോപാൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർലമെന്റിനെ ആകെ തന്നെ ഹൈജാക്ക് ചെയ്യാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും പാർലമെന്റ് നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ഇതിന് സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളോ നൽകുന്ന മറുപടി കഴിഞ്ഞ തവണ നിങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ UPA 2 ഭരണകാലത്ത് ഉണ്ടായിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ എത്രയാണ്? അതൊക്കെ ഒരു സ്വാഭാവികമായ പരിണതിയാണ്. പാർലമെൻറ്റ് നടത്തിക്കാതെയുള്ള സമരപരിപാടികൾ എന്നുള്ളത്. ഇത് പാർലമെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ വിഷയം കിട്ടുമ്പോൾ തന്നെ ഈ നടപടിയിലേക്ക് കോൺഗ്രസ് മുതിരുന്നത് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ആശാസ്യമായ കാര്യമാണോ? ഇക്കാര്യത്തിനകത്ത് ഈ കോൺഗ്രസ് ചെയ്ത അല്ലെങ്കിൽ പ്രതിപക്ഷം ചെയ്ത കാര്യങ്ങളെക്കാളും വലിയ ഉത്തരവാദിത്വം ഭരണകക്ഷിക്കാണ്. സാധാരണ ഇങ്ങനൊരു കാര്യം വന്നാൽ ഇത് ചെറിയൊരു പരാതിയൊന്നുമില്ല. കഴിഞ്ഞ സെഷനിൽ വന്നതുപോലെയൊന്നും അല്ല ഇപ്പോൾ BJP ഗവൺമെന്റിന് നേരെ വന്നിരിക്കുന്നത്, BJP മന്ത്രിമാർക്ക് നേരെ വന്നിരിക്കുന്നത്, മുഖ്യമന്ത്രിമാർക്ക് നേരെ വന്നിരിക്കുന്നത്. വ്യാപം അഴിമതിയുടെ പേരിൽ 49 പേരാണ് സാക്ഷികളും പ്രതികളും സാക്ഷികളും. അതുപോലെ തന്നെ ഇത് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട സന്നദ്ധ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും അടക്കം കൊല ചെയ്യപ്പെട്ടത്. 6 സംസ്ഥാനങ്ങളിൽ കൊലപാതകം നടന്നിട്ടുണ്ട്. വ്യാപകമായ അഴിമതിയാണ്. അതിനകത്ത് വളരെ ഗുരുതരമായ ആരോപണമാണ്. ഒരാൾക്കെതിരെ FIR ഇല്ല, ഒരാൾക്കെതിരെ ഒരു കോടതി ഒബ്സർവേഷൻ ഇല്ല, ഒരു CVC കമന്റ് ഇല്ല, ഒരു CAG കമന്റ് ഇല്ല. ഇതൊക്കെ നിങ്ങൾ ആരോപിക്കുന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി കണ്ടെത്തുകയോ അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ എത്തി കോടതി ഇക്കാര്യത്തിൽ ഒരു ഒബ്സർവേഷൻ വ്യാപം അഴിമതിക്കകത്ത് CVC കമന്റും വ്യാപം അഴിമതി സംബന്ധിച്ച് അതിനകത്ത് CVC കമന്റോ AGയുടെ കമന്റോ അത്തരം ഒബ്സർവേഷൻ വരണ്ട. അതൊരു ക്ലിയർ ആയിട്ടുള്ള ഫ്രോഡും ക്രിമിനൽ കേസുമാണ്. അതിനെ സംബന്ധിച്ച് പോലീസ് FIR ആ മുഖ്യമന്ത്രി ഉൾപ്പെടുകയോ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെയോ അല്ലെങ്കിൽ വിചാരണയുടെയോ കാലയളവിൽ കോടതി ഒബ്സർവ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതിൽ ഒന്നിലും CVC കമന്റോ അല്ലെങ്കിൽ CAG കമന്റോ ഉണ്ടായിട്ടില്ല. ഒന്നിലും ഒരു പോലീസ് FIR ഇല്ല. ഒന്നിലും ഒരു കോടതി ഒബ്സർവേഷൻ ഇല്ല. ഞാൻ ഈ പാർലമെന്റ് വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. ഞാൻ വരുന്ന ആദ്യത്തെ ഒരു വർഷക്കാലം ഏകദേശം പാർലമെന്റ് പൂർണ്ണമായി പ്രവർത്തിച്ചിട്ടില്ല. അന്ന് സ്ഥിരമായി കേൾക്കുന്നത് 2G സ്കാമിന്റെ പേരിലുള്ള ഡിസ്മിസ് രാജ എന്നുള്ള മുദ്രാവാക്യമാണ് എന്നും തടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ആ രാജായുടെ വലിയ വിഷയമായിരുന്നില്ല, ഒരു അഭിപ്രായമില്ല, ഒന്നുമില്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി ആക്ഷേപമായിരുന്നു 2G. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസ്, അതുപോലെ തന്നെ അതിനോടൊന്നും സമാനമായ ഒരു കേസും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് അടുത്ത 5 വർഷം പാർലമെന്റിനെ തടസ്സപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങളെന്ന് പറയുമ്പോൾ കോൺഗ്രസ് അല്ല, ആ പറയുന്നതിനകത്ത് പൂർണ്ണമായി യാതൊരു ശരിയില്ല. കാരണം 5 വർഷം കഴിഞ്ഞ് ഏറ്റവും അവസാനം 5ാമത്തെ വർഷവും 4ാമത്തെ വർഷമാണ് കഴിഞ്ഞ UPA ഗവൺമെന്റിന് നേരെയുള്ള കേസുകൾ പുറത്തു വന്ന് തെളിവ് സഹിതം വന്നത്. ആദ്യത്തെ വർഷമൊക്കെ ഞാനീ പറഞ്ഞ പോലെ ഡിസ്മിസ് രാജ എന്ന് പറയുമ്പോൾ എന്തിനാണ് രാജ വന്ന് ചിരിച്ചോണ്ട് നിൽക്കുകയാണ് രാജ, എന്താണ് കേസ്, ഒരു കേസും ഇല്ലല്ലോ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴും അതുകൊണ്ട് പാർലമെന്റിന് ബഹളം ഉണ്ടാക്കുമ്പോൾ കേസിന്റെ കാര്യങ്ങളൊന്നും അന്ന് വന്നിരുന്നില്ല എന്ന് പറയുന്ന ഈ പറഞ്ഞ തരത്തിലുള്ള തർക്കങ്ങളൊന്നും കാര്യമില്ല. ഇപ്പൊ സുമിത്രാ മഹാജൻ പാർലമെന്ററി നടപടികൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ കാണുകയും മാധ്യമപ്രവർത്തകരോട് അവർ പറയുകയും ചെയ്തത് ഏറ്റവും കടുത്ത നടപടി എൻ്റെ സ്വഭാവമല്ല എന്നാണ്. എന്ന് പറയുമ്പോൾ മോദി അടിച്ചേൽപ്പിച്ചതാണ് എന്ന നിലയിലാണ് അവരെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം രാജ്യസഭയിൽ ഒരു കുഴപ്പവും നടക്കുന്നില്ല. രാജ്യസഭയിൽ
രാജ്യസഭാ ടി വിയിൽ നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം കാണാം, ലോക്സഭാ ടി വിയിൽ നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം കാണാനാകില്ല. ഇത് 5-8 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ പകുതിയിലധികം പേരെ അങ്ങ് സസ്പെൻഡ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഇത്ര എളുപ്പമാണ് കാര്യങ്ങൾ എന്നാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്? നികേഷ്, സുമിത്ര മഹാജന്റെ സ്വഭാവം താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്. പരമാവധി സംയമനം പാലിക്കുന്ന ഒരു സാമാജികയാണ്, അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ നേതാവാണ്. അവരെ കൊണ്ട് കഴിഞ്ഞ 2-3 ആഴ്ചയായി നമ്മൾ കാണുകയില്ലേ, ഇന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു എന്നുള്ള എത്രയോ പ്രാവശ്യം. അപ്പോൾ ഒരു ഗവൺമെൻറ് നടത്തിക്കൊണ്ടു പോകാനുള്ള, സഭ നടത്തിക്കൊണ്ടു പോകാനുള്ള ഉത്തരവാദിത്വം ഉള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവസാനമായി അവർ ഫോഴ്സ് ചെയ്യപ്പെടുകയായിരുന്നു. അല്ലാതെ ഇന്ത്യൻ ജനതയോട് എങ്ങനെയാണ് സമാധാനം പറയുക? പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിക്കുന്നു, സമ്മതിക്കുന്നില്ല. സുഷമാ സ്വരാജിനെ മറുപടി പറയാൻ സമ്മതിക്കുന്നില്ല. ഒരു ചർച്ചയ്ക്ക് നോട്ടീസ് കൊടുക്കുന്നു, ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. മറിച്ച് കേരള നിയമസഭയിൽ മാർച്ച് 13-ാം തീയതി എന്താണോ നടന്നത്, അതുപോലെ പാർലമെന്റിനെ ഒരു തെരുവുയുദ്ധ അന്തരീക്ഷത്തിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ ജനതയോട് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അതാണ് ഗവൺമെന്റ് ചെയ്തത്, അതാണ് സ്പീക്കർ ചെയ്തത്. അതിൽ ഈ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഗവൺമെന്റിനോടൊപ്പം നിൽക്കുകയാണ്, സ്പീക്കറുടെ നടപടിയോടൊപ്പം നിൽക്കുകയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട 25 എംപിമാരിൽ ഒരാളാണല്ലോ താങ്കൾ. ഒരു പാർലമെന്റിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാത്ത എംപിമാരെ ഈ നിലയിൽ ശിക്ഷിക്കുകയല്ലാതെ സ്പീക്കറുടെ മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. നികേഷ്, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. കഴിഞ്ഞ ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഈ 1 വർഷക്കാലത്തിനിടയിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ കാര്യമായ ബഹളങ്ങളോ സഭാസ്തംഭനോ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പരമാവധി ഗവൺമെന്റുമായി സഹകരിച്ചു. പാസാക്കേണ്ട ബില്ലുകളെല്ലാം ഞങ്ങൾ പാസാക്കി കൊടുത്തു. ഞങ്ങൾ സജീവമായി സഭാ നടപടികളിൽ പങ്കെടുത്തു. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നം എന്താണ്? എല്ലാവർക്കും അറിയാം. ശ്രീമതി സുഷമാ സ്വരാജിനെതിരായി ഗുരുതരമായ അഴിമതി ആരോപണം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റവാളി, ഒളിവിൽ കഴിയുന്ന, വിദേശ രാജ്യത്ത് ബ്രിട്ടനിൽ ഒളിവിൽ കഴിയുന്ന ലളിത് മോഡിയുമായിട്ടുള്ള ബന്ധം, അദ്ദേഹത്തിന് അവിടെ നൽകിയ സഹായങ്ങൾ, സുഷമാ സ്വരാജിന്റെ ഭർത്താവും മകളും നിയമസഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി കാണിച്ച വ്യഗ്രത, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നേരിട്ട് ഒരു വിദേശകാര്യ വകുപ്പ് മന്ത്രി നമ്മുടെ രാജ്യത്ത് വാണ്ടഡായി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കുറ്റവാളിയെ സഹായിക്കാൻ ഇന്ത്യൻ ഭരണത്തിന്റെ എല്ലാ മെഷീനറി ഉപയോഗിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതുപോലെ തന്നെ വസുന്ധരാജെ കുടുംബത്തിലെ അംഗത്തെ പോലെ ലളിത് മോഡിയെ കൊണ്ടു നടക്കുകയും തന്റെ മകന്റെ കമ്പനിയിൽ 12-13 കോടി രൂപയുടെ ബിസിനസ് പങ്കാളിത്തം ഉണ്ടാക്കിക്കൊണ്ട് ഈ കുറ്റവാളിയുമായി വലിയ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. ഒരുപാട് അതുമായി ബന്ധപ്പെട്ട അഴിമതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, അതൊക്കെ അതിന്റെ വിശദാംശങ്ങളാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. പക്ഷേ പാർലമെന്റിനെ ഇങ്ങനെ ബന്ദിയാക്കി നിർത്തുന്നത് എങ്ങനെയാണ് ഗവൺമെന്റിന് അംഗീകരിക്കാൻ കഴിയുക, സ്പീക്കർക്ക് അനുവദിച്ചു തരാൻ കഴിയുക? അല്ല, ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ഇതാണ്. ഇത് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടാണ് ഈ മന്ത്രിയെ രാജിവെക്കണം, ഈ മുഖ്യമന്ത്രിമാരെ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. നമുക്കറിയാം, കഴിഞ്ഞ UPA ഗവൺമെന്റ് കാലത്ത് BJP സ്വീകരിച്ച നിലപാടുകളും കീഴ്വഴക്കങ്ങളും ഉണ്ട്. ഇത്തരത്തിൽ ആരോപണങ്ങൾ വന്ന മന്ത്രിമാരെ അവർ സഭയിൽ പ്രസംഗിക്കാൻ പോലും അവർ അനുവദിച്ചില്ല. അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ രാജിവെച്ചല്ലാതെ ചർച്ചയില്ല, രാജിവെച്ചല്ലാതെ ഞങ്ങൾ സഭ നടത്താൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് കീഴ്വഴക്കം കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് NDA സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് എന്ന് കരുതി ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ് അത് പിന്തുടരണോ? 21-ന് സഭ തുടങ്ങിയതാണ്, ഓഗസ്റ്റ് 13 വരെയുള്ളൂ. വർഷകാല സമ്മേളനം ഇത്തവണ ചുരുക്കി തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 9 പ്രവൃത്തി ദിവസങ്ങൾ മാത്രമാണ് ഇനി ആകെ ബാക്കിയുള്ളത്. അതിനിടെ GST, ഭൂമി ഏറ്റെടുക്കൽ ബിൽ അടക്കം 11 ബില്ലുകൾ അവതരിപ്പിക്കാനുണ്ട്. എക്കണോമിയെ, സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിലല്ലേ നിങ്ങളുടെ ഈ ഒബ്സ്ട്രക്ഷൻ, നിങ്ങളുടെ ഈ തടസ്സപ്പെടുത്തൽ നടപടികൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്? അത് BJP നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളതും ചെയ്യും, ആവർത്തിക്കും എന്ന് പറയുക കോൺഗ്രസ് പാർട്ടിക്ക് യോജിച്ചതാണോ? നികേഷ്, ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം, നികേഷ് വീണ്ടും അത് ഡൈവേർട്ട് ചെയ്ത് പോവാണ്.
തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഒരു വർഷം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഈ ഒരു വർഷക്കാലത്തിൻ്റെ ഒരിക്കലും സഭാ സ്തംഭനം ഉണ്ടായിട്ടില്ല. ഞാൻ വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. വീണ്ടും നികേഷ് അവിടേക്ക് പോകുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞത് ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, ഒരു വർഷക്കാലം ഞങ്ങൾ ഈ ഗവൺമെന്റുമായി പൂർണ്ണമായി സഹകരിച്ചു. കൂടുതൽ ദിവസങ്ങൾ സഭ സമ്മേളിച്ചു. കമ്പാരിറ്റീവ്ലി മറ്റ് മുൻകാലങ്ങളെ സഭയെ അപേക്ഷിച്ച് കൂടുതൽ സമയ ബില്ലുകൾ പാസ്സാക്കി, ബഡ്ജറ്റുകൾ പാസ്സാക്കി, എല്ലാം പാസ്സാക്കി. ഞങ്ങൾ ഒരു തടസ്സവും നിന്നില്ല. ഞങ്ങൾ എപ്പോഴാണ് സഭയിൽ തടസ്സമുണ്ടാക്കിയത് അല്ലെങ്കിൽ ഞങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങിയത്? ഞങ്ങൾ എപ്പോഴാണ് സഭ സ്തംഭനത്തിലേക്ക് എപ്പോഴാണ് വന്നത്? ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ സഭയിൽ ഉന്നയിച്ച എപ്പോഴാണ്? ഈ പറഞ്ഞ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിക്കുമെതിരായി ഗുരുതരമായ ആരോപണം വന്നപ്പോഴാണ് ഞങ്ങൾ സഭയിൽ ഈ ആവശ്യം ഉന്നയിച്ചത്. ഞങ്ങൾ പുറത്തുന്നയിച്ചിട്ട് ഈ മന്ത്രിയെ നീക്കം ചെയ്യുവാനോ, ഞങ്ങൾ പുറത്തുന്നയിച്ചപ്പോൾ ഈ മുഖ്യമന്ത്രിമാരെ ആ സ്ഥാനത്ത് മാറ്റുവാനോ നരേന്ദ്രമോദിയോ BJP തയ്യാറായില്ല. പിന്നെ ഞങ്ങൾ ഇതെവിടെ ഉന്നയിക്കേണ്ടത്? ഞങ്ങൾ ഉന്നയിക്കേണ്ടത് സഭയിലാണ്. സഭയിൽ ഞങ്ങൾ ഉന്നയിച്ചു, ഈ മന്ത്രിയെ രാജിവെപ്പിക്കണം, ഈ മുഖ്യമന്ത്രിയെ നീക്കം ചെയ്യണം, അത് കഴിഞ്ഞ് ചർച്ച ചെയ്യാം. അങ്ങനെയാണ് BJP മുമ്പുണ്ടാക്കിയ കീഴ്വഴക്കം. അങ്ങനെ ഒരുപാട് മന്ത്രിമാർ ഇവിടെ രാജിവെച്ചിട്ടുണ്ട്. ആ കീഴ്വഴക്കം ഇവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് BJP സുരേഷ് അങ്ങനെ കഴിയുമോ? അതാണ് ഞാൻ ഇവിടെ നേരത്തെ ശ്രീ KN ബാലഗോപാലിനോട് ചോദിച്ചത്. ഞാൻ വഴിതെറ്റിക്കുകയാണെന്ന് പറയല്ലേ. ഈ മന്ത്രിമാർക്കെതിരെ BJPക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞാണല്ലോ ഈ മന്ത്രിമാരെല്ലാം തന്നെയും. ആ മന്ത്രിമാർക്കെതിരെ ഒരു FIR ഇല്ല, ആ മന്ത്രിമാർക്കെതിരെ ഒരു കോടതി ഒബ്സർവേഷൻ ഇല്ല, ആ മന്ത്രിമാർക്ക് CVCയുടെയോ അല്ലെങ്കിൽ CAGയുടെയോ ഒരു കമൻ്റ് ഇല്ല. അവരോട് എങ്ങനെ രാജിവെക്കാൻ ആവശ്യപ്പെടും? അവരോട് രാജിവെക്കാൻ ആവശ്യപ്പെടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എങ്ങനെ പ്രതിപക്ഷത്തിന് ആ രാജി തരും? നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായി ചെയ്യാൻ കഴിയുക ഇക്കാര്യത്തിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുകയായിരുന്നു. അതിന് ഭരണപക്ഷം തയ്യാറായിരുന്നു. നരേന്ദ്രമോദി മറുപടി പറയാൻ പോലും തയ്യാറായിരുന്നു. അതിന് വഴങ്ങാതെ നിങ്ങൾ തുടർച്ചയായി എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും പ്ലക്കാർഡ് ഉയർത്തി ബഹളം വെക്കുന്നു. പ്ലക്കാർഡ് ഉയർത്തി ബഹളം വെക്കുമ്പോൾ നിങ്ങളെ ടെലിവിഷനിൽ കാണിക്കാതെ ജനാധിപത്യത്തിന്റെ മാതൃക സൃഷ്ടിക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചു. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി സ്പീക്കറുടെ മുഖത്ത് വെക്കുകയാണ് പ്ലക്കാർഡും അതുപോലെ തന്നെ കറുത്ത ബാൻഡും. അല്ല, എനിക്ക് മറുപടിയുണ്ട്. എനിക്ക് മറുപടി ഉണ്ട്. ഞാൻ പറഞ്ഞത് കേൾക്കൂ. നമുക്കറിയാം, ബോഫോസ് തോക്കിടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നരസിംഹറാവു ഗവൺമെന്റ് കാലത്ത് മാധവ് സിംഗ് സോളങ്കി ഒരു കുറിപ്പ് കൊടുത്തു എന്നതിന്റെ പേരിൽ അദ്ദേഹം രാജിവെപ്പിച്ചു. അദ്ദേഹം രാജിവെച്ചു. മാധവ് സിംഗ് സോളങ്കിന്റെ പേരിൽ FIR ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ശിക്ഷ മാധവ് സിംഗ് സോളങ്കി നടത്തിയോ? പവൻകുമാർ ബൻസാൽ അദ്ദേഹത്തിന്റെ ബന്ധു പണം വാങ്ങിയതിന്റെ പേരിൽ പവൻകുമാർ ബൻസാൽ പേരിൽ FIR ഉണ്ടായിരുന്നോ? അശ്വനി കുമാർ കോൾഗേറ്റുമായി ബന്ധപ്പെട്ട കേസിൽ CBI ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞ പേരിൽ അശ്വനി കുമാറിന്റെ പേരിൽ FIR ഉണ്ടായിരുന്നോ? അദ്ദേഹത്തെ ഏതെങ്കിലും കോടതിയിൽ ശിക്ഷിച്ചോ? ശശി തരൂരിന്റെ പേരിൽ FIR ഉണ്ടായിരുന്നോ? തരൂരിനെ ഏതെങ്കിലും കോടതിയിൽ ശിക്ഷിച്ചോ? പക്ഷെ ഇവരെല്ലാം സുബോധ് ഖാൻ സഹായിയുടെ പേരിൽ എന്തെങ്കിലും FIR ഉണ്ടായിരുന്നോ? ഏതെങ്കിലും കോടതി ശിക്ഷിച്ചോ? എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേടുകൾ സുബോധ് ഖാൻ സഹായി കണ്ടെത്തിയോ? പക്ഷെ ഇവരെല്ലാം രാജിവെക്കാൻ പ്രമദൃഷ്ടിയാൽ ആരോപണം വന്നപ്പോൾ തന്നെ ഇവർ രാജിവെച്ചല്ലാതെ ഞങ്ങൾ സഭ നടത്തുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാസങ്ങളോളം നടുത്തളത്തിലിറങ്ങി വലിയ പ്ലക്കാർഡുമായി ഇന്നത്തെ സ്പീക്കറായ സുമിത്ര മറുപടിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് നൽകുന്നത്. ശ്രീ VV രാജേഷ്, നിങ്ങളുണ്ടാക്കിയ തെറ്റായ കീഴ്വഴക്കം ഞങ്ങൾ പിന്തുടരും, അത്രയേ ഉള്ളൂ മറുപടി. അതിനകത്ത് ധൈര്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് എന്ന് കൊടിക്കുന്നിൽ സുരേഷ് മാത്രമല്ല, രാവിലെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സോണിയാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എന്തിനാ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? പവൻകുമാർ ബെൻസലിന്റെ ബന്ധുവിന്റെ മകന്റെ കയ്യിൽ നിന്നും CBI കൈയോടെ പണം പിടികൂടിയ താങ്കൾ മറന്നുപോയോ? രാജയെ രാജിവെപ്പിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞത് താങ്കൾ മറന്നുപോയോ? ഇങ്ങനെ കോൺഗ്രസിന്റെ മന്ത്രിമാർക്കെതിരെ വ്യക്തമായ തെളിവുകൾ വന്നില്ലേ? ആ സമയം BJP ചർച്ച ചെയ്യാൻ അവർ ചർച്ചയ്ക്ക് പോലും തയ്യാറായിരുന്നില്ലല്ലോ. മറ്റൊന്ന്, ഇന്ന് സുഷമ സ്വരാജ് പറഞ്ഞല്ലോ, ഞാൻ ഇംഗ്ലണ്ടിലെ ഗവൺമെന്റിനോട് ലളിത് മോഡിക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ മറിച്ചാണ് നിങ്ങളുടെ കയ്യിൽ രേഖ ഉണ്ടെങ്കിൽ നിങ്ങൾ രേഖകൾ ഹാജരാക്കൂ. സുഷമ സ്വരാജ് കാര്യമല്ല നേരത്തെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഉന്നയിച്ചത് പവൻകുമാർ ബൻസൽ അടക്കമുള്ള മന്ത്രിമാരുടെ കാര്യത്തിലാണ്. അവരൊന്നും തന്നെ രാജിവെക്കാൻ ഉതകുന്ന കാരണങ്ങളായിരുന്നില്ല. പക്ഷേ BJP അവരുടെയൊക്കെ രാജി കിട്ടിയാൽ മാത്രമേ സഭ നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്ന് പ്രഖ്യാപിക്കുകയും ആ നിലയിൽ സഭ തടസ്സപ്പെടുത്തുകയും ചെയ്തപ്പോൾ അങ്ങനെ ഒരു മാതൃക കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇത്തവണയും തുടരട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു എന്നേ ഉള്ളൂ. അതിൽ നമ്മൾ കിടന്ന് കറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ശ്രീ VV രാജേഷ്, നാളെയും മറ്റന്നാളും സഭ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതിനകം തന്നെ ശ്രീ KN ബാലഗോപാൽ പ്രതിപക്ഷത്തിൻ്റെ
ഒരു കൂട്ടായ്മ ഇതോടുകൂടി ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതായത് കോൺഗ്രസിനെ ഒന്ന് ഭയപ്പെടുത്തുക, സസ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ നിന്ന് പിൻവാങ്ങുമെന്നുള്ള ഭരണകക്ഷിയുടെ പ്രതീക്ഷ, അതിൽ നിന്ന് അപ്പുറത്തേക്ക് പ്രതിപക്ഷ കക്ഷി, ഇപ്പോൾ ഇടതുപക്ഷം, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, NCP, പിന്നെ JDU, അങ്ങനെയുള്ള മറ്റു സോഷ്യലിസ്റ്റ് പാർട്ടികൾ, ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മ, ഫ്ലോർ കോർഡിനേഷൻ കുറേ കൂടി സുഗമമാവുകയാണോ ഇപ്പോൾ ഈ സ്പീക്കറുടെ നടപടി കൊണ്ട് ഉണ്ടാവുന്നത്? യാതൊരു സംശയവുമില്ല. ഇങ്ങനെ സമരങ്ങളെ അടിച്ചമർത്തുന്ന രീതി വന്നാൽ അതിശക്തമായിട്ട് പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് തന്നെ അതിനെ എതിർക്കും. അത് ജനാധിപത്യത്തിനകത്ത് പ്രതിഷേധിക്കാനും സഭ സ്തംഭിപ്പിക്കുക എന്ന് പറയുമ്പോൾ സഭ സ്തംഭിപ്പിക്കാനായിട്ട് പ്രതിപക്ഷം തീരുമാനിച്ചതല്ല, ഗവൺമെന്റ് തീരുമാനിച്ചതുകൊണ്ടാണ്. ഗവൺമെന്റ് ഈ പറഞ്ഞതുപോലെ ഒരു വാക്കുപോലും പറയാതെ, ഒരഭിപ്രായം പറയാത്ത ഒരു സമീപനം എടുക്കുന്ന ഗവൺമെന്റിന് നേരെ സമരം വരുമ്പോൾ അത് ആകെ ആളുകളെ അങ്ങ് സസ്പെൻഡ് ചെയ്ത് വന്നാൽ മുഴുവൻ ആളുകളെ അങ്ങ് സസ്പെൻഡ് ചെയ്ത് ഭൂരിപക്ഷം ഉണ്ടാക്കാമല്ലോ. ഇങ്ങനെയാണെങ്കിൽ എന്നിട്ട് ബില്ല് പാസ്സാക്കാമല്ലോ. ഇപ്പോൾ നല്ല ഭൂരിപക്ഷം ഉണ്ട് അവർക്ക് ലോക്സഭയിൽ. നാളെ രാജ്യസഭ വന്ന് രാജ്യസഭയിലും കുറേ പേരെ അങ്ങ് സസ്പെൻഡ് ചെയ്താൽ മതിയല്ലോ. ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ചേർന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ച് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ രാജ്യസഭയിൽ എല്ലാ ബില്ലും പാസ്സാക്കാമല്ലോ. അങ്ങനെ ചെയ്യുന്ന ഒരു സമീപനത്തിനെ അതിശക്തമായി എതിർത്തേ കഴിയൂ. കാരണം പണ്ട് മുതൽ എത്രയോ കാലം ഇത്തരം പ്രതിഷേധം കണ്ടുകൊണ്ട് ആ പൊളിറ്റിക്കലായിട്ടുള്ള പ്രതിഷേധങ്ങളെ പൊളിറ്റിക്കലായി നേരിടാതെ, ചർച്ച ചെയ്യാതെ, പരിഹരിക്കാതെ കുറച്ച് ആളുകളെ അങ്ങ് സസ്പെൻഡ് ചെയ്തിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കി ജയിക്കാനാണെങ്കിൽ കോൺഗ്രസിന് നേരത്തെ ചെയ്യാറുന്നല്ലോ. കോൺഗ്രസിന് അത് ചെയ്യാനായിട്ട് ആരും സമ്മതിച്ചില്ലല്ലോ. ഇവിടെ പറഞ്ഞ ബൻസാലിന്റെ ഉൾപ്പെടെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ പേരിൽ അഴിമതി ആരോപണം വന്നു, രാജിവെച്ചു. നിരവധി കേസുകൾ ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നിരവധി അനുഭവങ്ങളുണ്ട്. അന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പാർലമെന്ററി പ്രൊസീജിയറിന്റെ ഭാഗമാണെന്ന്. ഇന്നത്തെ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള ധനകാര്യമന്ത്രി ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളത് പാർലമെന്റിലെ ആളുകൾ കൊട്ടിയതാണ്. അപ്പൊ ഇതെല്ലാം ഉള്ളപ്പോൾ ഇങ്ങനെ ആളുകളെ ഭീഷണിപ്പെടുത്തി കൈകാര്യം ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും വരുമെന്നുള്ള കാര്യത്തിന് യാതൊരു വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടികളായിരിക്കും ദില്ലിയിൽ കാണുക. ശ്രീ PS ശ്രീധരൻപിള്ള, കോൺഗ്രസിൽ നിന്നും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ അകറ്റാനാണ് ഇതിനകം വെങ്കയ്യ നായിഡു അടക്കമുള്ള BJPയുടെ ഫ്ലോർ മാനേജർമാർ ശ്രമിച്ചത്. ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു. പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസിനൊപ്പവും BJPയോടൊപ്പവും നിൽക്കാതെ വ്യത്യസ്ത കാര്യങ്ങൾക്കാണ് പാർലമെൻറ്റിൽ അവരുടെ വാദങ്ങൾ ഉയർത്തിയത്. ഇപ്പോൾ നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ സമാജ്വാദി പാർട്ടി, BSP, JDU, തൃണമൂല് തുടങ്ങിയ പാർട്ടികൾ മാത്രമല്ല, ആം ആദ്മി പാർട്ടി ഏറ്റവും രൂക്ഷമായി കോൺഗ്രസിനെ ഈ വിഷയത്തിൽ വിമർശിച്ച പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി. അവർ പോലും നാളെ മുതൽ 5 പ്രവൃത്തി ദിവസം പാർലമെൻറ്റ് ബഹിഷ്കരിക്കാൻ പോവുകയാണ്. ഒറ്റ വർഷത്തിൽ തന്നെ പ്രതിപക്ഷം യുണൈറ്റഡായി സംയുക്ത പ്രതിഷേധ പരിപാടികളാണ് നാളെ പാർലമെൻറ്റ് വളപ്പിൽ നാം കാണാൻ പോകുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്കാണ്. തീർച്ചയായും അവരെ യോജിക്കുന്നെങ്കിൽ യോജിക്കട്ടെ. ഞങ്ങൾ ജനമനസ്സുകളെ ഏകീകരിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രതിപക്ഷ മനസ്സുകൾ ഏകീകരിക്കുന്നെങ്കിൽ ഏകീകരിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നമില്ല. ഞങ്ങൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിൽ പോകുന്നവരാണ്. അതിൽ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവരെല്ലാം യോജിക്കട്ടെ. ആ യോജിച്ചാൽ അതിനെ നേരിടാനുള്ള കരുത്ത് BJPക്കുണ്ട്, NDAക്കുണ്ട്. അതായത് ശ്രീ PS ശ്രീധരൻപിള്ള, 21-നാണ് വർഷകാല സമ്മേളനം തുടങ്ങിയത്. ഓഗസ്റ്റ് 13 വരെ മാത്രമാണ് 9 പ്രവൃത്തി ദിവസങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ ഈ സമയത്ത് GST അടക്കമുള്ള നിരവധി ബില്ലുകൾ അവതരിപ്പിക്കാറുണ്ട്. GSTയുടെ ഒരു കാര്യത്തിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ചില്ല എങ്കിൽ 1 വർഷം കൂടി GST വൈകും എന്നൊരു പ്രധാനപ്പെട്ട വിഷയം നിലനിൽക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കൽ ബില്ലിൽ നിന്ന് ഇതിനകം തന്നെ നരേന്ദ്രമോദി സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ ബില്ലിലെ ഭേദഗതികളിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാർ പിൻവാങ്ങി. കോൺഗ്രസ് വിരിച്ചെടുത്ത് കിടക്കാൻ പോവുകയാണ് BJP എന്തൊക്കെ പറഞ്ഞാലും. അടിസ്ഥാനമില്ലാത്തൊരാരോപണമാണ്. കോൺഗ്രസ് വിരിച്ചെടുത്ത് കിടക്കേണ്ട ഗതികേടില്ല. അതിനേക്കാൾ ഞങ്ങൾ ആത്മഹത്യയാണ്. ഞങ്ങൾ കോൺഗ്രസ്സിന് ഗതികേടിലായ കോൺഗ്രസ് നേരായ മാർഗത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നതിന് പകരം വളരെ തരം താണ ബാക്ക്ഡോർ ടാക്ടിക്സിലൂടെ അവർ വരാൻ ശ്രമിക്കുന്നു. അതിനെ ജനങ്ങളുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. അൾട്ടിമേറ്റായിട്ട് ജനങ്ങളാണ് വിധികർത്താക്കൾ. അവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. ആ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വേണ്ടി അവരെ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുള്ളത്. ചർച്ചയ്ക്ക് അവർ തയ്യാറില്ല, മറിച്ച് നടത്തിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. 2G ഒക്കെ വന്നപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി അവിടെ ചർച്ച നടത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നമുണ്ടാക്കിയത്. സുരേഷ്, ഇതായിരുന്നല്ലോ നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. രണ്ടാം UPA സർക്കാരിനെ എങ്ങനെയാണോ മരവിപ്പിച്ച് നിർത്തിയത്, അന്ന്
ഒരു നയപരമായ മരവിപ്പ് നരേന്ദ്രമോദി അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാരിനുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഈ പറയുന്ന രീതിയിൽ പാർലമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഇപ്പം GST നിങ്ങളുടെ കുഞ്ഞാണ് GST. ആ GST പോലും നടപ്പാക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ പാർലമെൻറ്റിനെ ഒന്നാമത്തെ വർഷം തന്നെ നിങ്ങൾ മരവിപ്പിച്ച് നിർത്താൻ ഉദ്ദേശിക്കുമ്പോൾ മോദി അങ്ങനെ വർത്തമാനം പറഞ്ഞാൽ മാത്രം മതി, അതൊന്നും നടപ്പാകില്ല എന്ന നിലയിലേക്ക് എത്തിക്കണം അവരെ. ഇവിടെ നികേഷ് നമ്മൾ അറിയേണ്ട ഒരു വിഷയം, BJP-യിൽ തന്നെ ആഭ്യന്തര ഉൾപ്പാട്ടി ജനാധിപത്യം ഇല്ലാതെ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം BJP-യുടെ സീനിയർ നേതാവ് ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശാന്തകുമാർ ഈ നടക്കുന്ന അഴിമതികളെ കുറിച്ചും ശാന്തകുമാറൊക്കെ അവിടുത്തെ ഹിമാചൽ പ്രദേശിലെ ആഭ്യന്തര ഗ്രൂപ്പ് തർക്കത്തിൽപ്പെട്ട് പറയുന്നതാണ്. അദ്വാനി LK അദ്വാനി എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ വീണ്ടും ഒരു അടിയന്തരാവസ്ഥ വരാൻ പോകുന്നു എന്ന ഒരു മുന്നറിയിപ്പായിരുന്നു LK അദ്വാനി. ലാൽകൃഷ്ണ അദ്വാനി ലാൽകൃഷ്ണ അദ്വാനി BJP-യുടെ ഒരു മുതിർന്ന നേതാവാണ്. ഇവിടെ ഒരു ഗുജറാത്ത് ബാലഗോപാൽ പറഞ്ഞുകൊണ്ട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ഒരു ഗുജറാത്ത് സ്റ്റൈൽ ഇവിടെ നരേന്ദ്രമോദി അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എതിർക്കുന്നവരെയും എതിരാളികളെയും പ്രതിപക്ഷത്തിനെയും എല്ലാം വായ് മൂടിക്കെട്ടി അവരെല്ലാം അടിച്ചമർത്തി തന്റെ അജണ്ട നടപ്പാക്കുക. ഈ RSSന്റെ അജണ്ട, സംഘപരിവാറിന്റെ അജണ്ട ഈ രാജ്യത്ത് നടപ്പാക്കുക എന്നുള്ളതാണ്. അതിവിടെ വിജയിക്കാൻ പോകുന്നില്ല. ശ്രീ വി രാജേഷ്, കണ്ടില്ല ഡൽഹിയിൽ മാറുന്ന ഒരു പൊളിറ്റിക്സിന്റെ ഡൈനാമിക്സ് വലുതാവുകയാണ്, വിപുലപ്പെടുകയാണ്. അവിടെ KN ബാലഗോപാൽ പറയുന്നതിനോട് കൊടിക്കുന്നിൽ സുരേഷ് യോജിക്കുന്നു, കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നതിനോട് KN ബാലഗോപാൽ യോജിക്കുന്നു, KN ബാലഗോപാൽ പറയുന്നതിനോട് സുദീപ് ബന്ദോപാധ്യായ യോജിക്കുന്നു. അതായത് CPM-ഉം തൃണമൂൽ കോൺഗ്രസും ഒരേ കാര്യത്തിന് വേണ്ടി യോജിക്കുന്നു, BSP-യും സമാജ്വാദി പാർട്ടിയും ഒരേ കാര്യത്തിന് വേണ്ടി യോജിക്കുന്നു, RJD-യും JD-യും ഇതിനകം തന്നെ യോജിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ അണ്ണാ DMK-യെയും ബിജു ജനതാദളിനെയും അല്ലാതെ പ്രതിപക്ഷത്തുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടില്ല. ആ നിലയിലാക്കി തന്നു കാര്യങ്ങൾ. നികേഷ്, ഞാൻ ഈ ചർച്ച വളരെ നന്നായിട്ട് ആസ്വദിക്കുകയായിരുന്നു. കാരണം നേരത്തെ നികേഷ് PS-നോട് ചോദിച്ചല്ലോ ഒരു ചോദ്യം, കോൺഗ്രസ് വിരിച്ചെടുത്ത് BJP കിടക്കുന്നുവെന്ന്. കോൺഗ്രസ് വിരിച്ചെടുത്ത് CPM കിടക്കുകയായപ്പോൾ നികേഷിന് സോണിയാഗാന്ധി എന്തെങ്കിലും ഒരു വ്യക്തിപരമായി പരിചയമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ശ്രീ KN ബാലഗോപാൽ MPയെ AICC-യുടെ വക്താവാക്കാൻ പറയണം. എന്ത് ആവേശത്തോടുകൂടിയാണ് കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നത്. കൊടുക്കുന്നൂർ സുരേഷ് MP അങ്ങോട്ട് സൂചിപ്പിക്കുന്നു, തിരിച്ചു സൂചിപ്പിക്കുന്നു. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ കോൺഗ്രസ് ശക്തമാകുന്നതിൽ എന്നാണ് ശ്രീ KN ബാലഗോപാൽ പറയുന്നത്. അതായത് കേരളത്തിൽ BJP ഔദ്യോഗിക പ്രതിപക്ഷമായി അവർ അംഗീകരിച്ചിരിക്കുക. ഇവിടെ നികേഷ് നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, GST ഈ സഭാ സമ്മേളനത്തിൽ നടപ്പിലാകരുത് എന്നുള്ളത് CPM-ന്റെയും കോൺഗ്രസിന്റെയും ആഗ്രഹമാണ്. കാരണം ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റായ കേരളത്തിനാണ് GST നടപ്പിലായാൽ ഏറ്റവും ഞാൻ പറഞ്ഞോട്ടെ, GST നടപ്പിലാ താങ്കൾ തടസ്സപ്പെടുത്തരുത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ തടസ്സപ്പെടുത്തും. നികേഷേ, GST നടപ്പിലായി കഴിഞ്ഞാൽ കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ GST നടപ്പിലാകരുത്. GST നടപ്പിലായി കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് നികുതി ഇളവ് കിട്ടും. അത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പിലും BJP-ക്ക് അനുകൂലമായി വരും. അതുകൊണ്ട് GST നടപ്പിലാകാതിരിക്കുവാൻ വേണ്ടി കേരളത്തിലെ MP-മാരാണ് ഏറ്റവും ശക്തമായി സ്പീക്കറെ അധിക്ഷേപിക്കാൻ നേതൃത്വം കൊടുക്കുന്നത്. നേരത്തെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അടിയന്തരാവസ്ഥ നമുക്ക് ഒരിക്കൽ കൂടി വരില്ല എന്ന് ഉറപ്പ് വരുത്താൻ സമയമായിട്ടില്ല. അതിന് പക്വമായ നേതൃത്വം നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലില്ല എന്ന് പറഞ്ഞത് LK അദ്വാനി എന്ന നിങ്ങളുടെ നേതാവാണ്. അപ്പോൾ LK അദ്വാനി ഭരിക്കുമ്പോൾ വളരെ വേഗത്തിൽ പ്രതിപക്ഷം യോജിക്കുന്നതിൻ്റെ ഒരു ദേശീയ സാഹചര്യമാണ് കൊടിക്കുന്നിൽ സുരേഷ് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ ഈ KN ബാലഗോപാലും അതുപോലെ കൊടിക്കുന്നിൽ സുരേഷും നേരത്തെ 2004 മുതൽ 2009 വരെ യോജിച്ചവരാണ്. ഒരിക്കലും യോജിക്കാത്തവരാണ് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസ്സുകാരും, അല്ലെങ്കിൽ CPM-ഉം തൃണമൂൽ കോൺഗ്രസും, അല്ലെങ്കിൽ JD-യും RJD-യും, അല്ലെങ്കിൽ SP-യും BSP-യും. അവരൊക്കെ യോജിക്കുകയാണ്. പ്രാദേശികമായ ശത്രുത, ഭിന്നത മറന്ന ഒരു പ്രധാന ദേശീയ താല്പര്യത്തിന് വേണ്ടി യോജിക്കുന്ന കാഴ്ച ഒരു സംസ്ഥാനത്തെ മാത്രം വിഷയമല്ല, ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അതാണ് സ്ഥിതി എന്നുള്ളത് നരേന്ദ്രമോദി എന്ന വലിയ ഭീഷണിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. യെസ് നികേഷ്, ഞങ്ങൾ ധൈര്യപൂർവ്വം വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനതയും ഇന്ത്യൻ ജനതയെ നയിക്കുവാൻ പക്വതയുള്ള നേതൃത്വമാണ് BJP നരേന്ദ്രമോദി എന്ന് കണ്ടതുകൊണ്ടല്ലേ ഞങ്ങളെ തെരഞ്ഞെടുത്തത്.
ആരൊക്കെ യോജിച്ചാലും 283-നേക്കാൾ വലിയ യോജിപ്പ് അതിനകത്തുണ്ടാവുകയില്ലല്ലോ. ഈ കേരളത്തിലെ കോൺഗ്രസും CPM-ഉം ബീഹാറിലെ ലാലു പ്രസാദും നിതീഷ് കുമാറും കോൺഗ്രസും യോജിച്ചു കഴിഞ്ഞാലും അവരെ നേരിടാൻ ഞങ്ങൾ തയ്യാറാ. ഞങ്ങൾ കേരളത്തിൽ 14 പാർട്ടികളെ നേരിട്ടുകൊണ്ടിരിക്കല്ലേ. തൃണമൂലും CPM-ഉം കോൺഗ്രസും പശ്ചിമ ബംഗാളിൽ യോജിക്കട്ടെ. പശ്ചിമ ബംഗാളിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ നേരിടാൻ ഞങ്ങൾ തയ്യാറാ. എന്തുകൊണ്ടാണ് ഇവരെല്ലാം BJP-ക്കെതിരെ യോജിക്കുന്നത്? BJP ശക്തരായതുകൊണ്ടല്ലേ. ഞങ്ങൾ ദുർബലരാണെങ്കിൽ ഞങ്ങൾക്കെതിരെ ഇവരാരും യോജിക്കുകയില്ലല്ലോ. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, 5 ദിവസത്തെ സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണല്ലോ. ഇനി അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന പ്രതിഷേധ പരിപാടികൾ? ഞങ്ങൾ നാളെ വീണ്ടും പാർലമെന്റ് അംഗങ്ങളുടെ കോൺഗ്രസ് MP-മാരുടെ യോഗം ചേരും. സഹകരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, പാർട്ടീസ്, കോൺഗ്രസിന്റെ അലീസായ കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ്, യുണൈറ്റഡ് ജനതാദൾ, സമാജ്വാദി, ലാലു പ്രസാദിന്റെ പാർട്ടി, ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ ചെറിയ എന്തോ സാങ്കേതിക തടസ്സമുണ്ട് എന്ന് തോന്നുന്നു. അതാണ് ശ്രീ PV രാജേഷ്, അതിനെ ഗൗരവമായി കാണേണ്ടതാണ്. ഇതിനകം ഒറ്റക്കായിരുന്നു കോൺഗ്രസ്, തകർന്ന തരിപ്പണമായിരിക്കുകയാണെന്നല്ലോ. 204-ൽ നിന്നാണ് 44, 404 പണ്ടുണ്ടായിരുന്നു, അത് 204-ആയി, ഇപ്പം 44-ആയി. ഈ അവസ്ഥയിൽ നിന്നിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഒന്ന് ഒച്ചയിട്ടാൽ പോലും, ഒന്ന് കരഞ്ഞാൽ പോലും ആരും കേൾക്കില്ല എന്നൊക്കെയായിരുന്നു നിങ്ങൾ ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അതല്ല സ്ഥിതി. ഇന്ന് കോൺഗ്രസിനോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചേർന്നിരിക്കുന്നു. ഈ 44 പേർക്ക് ലോക്സഭ സ്തംഭിപ്പിക്കാൻ കഴിയും എന്ന് അവർ തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. മാത്രമല്ല, ഈ പറയുന്നൊരു രീതിയുണ്ടല്ലോ നരേന്ദ്രമോദിയുടെ, ക്യാബിനറ്റിലൊരു കാര്യവും ചർച്ചയില്ല, മന്ത്രിമാർ പോലും അറിയുന്നതിന് മുമ്പ് സെക്രട്ടറിമാർ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നു. നരേന്ദ്രമോദി അവർക്ക് ഒത്താശ ചെയ്യുന്നു. പ്രതിപക്ഷവും പാർലമെൻറ്റും എനിക്ക് വിഷയമല്ല എന്ന നിലപാട് അദ്ദേഹം എടുക്കുന്നു. ഈ പരിപാടി നടക്കില്ല. വലിയ മാറ്റം നരേന്ദ്രമോദിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് കഴിയൂ എന്ന് ബോധ്യപ്പെട്ടില്ലേ? നികേഷിൻ്റെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടി ഞാൻ ആദ്യം ഉത്തരം തരാം. നികേഷ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 5 വർഷം ഏത് രീതിയിൽ ഭരിക്കണമെന്ന് ഞങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു പാക്കേജ് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ ഒരുപക്ഷെ നരേന്ദ്രമോദി ഏകാധിപത്യമാണെന്ന് വിമർശനം വന്നേക്കാം, മറ്റു പല വിമർശനങ്ങളും വന്നേക്കാം. പക്ഷേ 5ാമത്തെ വർഷം പൂർത്തിയാകുമ്പോഴേക്കും ഞങ്ങളുടെ പാർട്ടിയുടെ ഈ രാജ്യത്തെക്കുറിച്ചുള്ള അജണ്ട വ്യക്തമാകും. അതുവരെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ആരോപണങ്ങളായിട്ട് നിലനിൽക്കട്ടെ, ഞങ്ങളത് കേൾക്കാൻ തയ്യാറാണ്. ഇനി താങ്കളുടെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ പാർട്ട്, താങ്കൾ ചോദിച്ചു 44-ൽ നിന്നും വലിയൊരു ശക്തിയായി ഇവർ മാറിയില്ലേ എന്ന്. മാറി. 64 MP-മാരുണ്ടായിരുന്ന CPM ഇവരോട് ചേർന്ന് നിന്ന് 9 MP-മാരായിട്ട് മാറി. ലാലു പ്രസാദ് യാദവ് കോൺഗ്രസിനോട് ചേർന്ന്, ലാലു പ്രസാദ് യാദവിൻ്റെ അവസ്ഥ ഇന്നത്തെ അറിയാമല്ലോ. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് സഹകരിച്ചിട്ടുള്ള എല്ലാ പാർട്ടികളുടെയും അവസ്ഥ, സോമനാഥ് ചാറ്റർജിയെ തന്നെ CPM-ന് നഷ്ടപ്പെട്ടത് ഈ കോൺഗ്രസുമായി കൂട്ടുചേർന്നത് കൊണ്ടാണ്. ഇവരെല്ലാം ഒരുമിച്ച് ചേരട്ടെ, ഒരുമിച്ച് ചേരുമ്പോൾ ഞങ്ങൾക്ക് വളരെ സൗകര്യമാവും. അപ്പോൾ പൂർവ്വകാല ചരിത്രം ഓർമ്മിച്ചുകൊണ്ട് ഈ പാർട്ടികളൊക്കെ ഒരുമിച്ച് ചേർന്നാൽ നന്ന്. മറ്റൊന്ന്, പാർലമെന്റിൽ ഫലം വന്നതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇവരൊക്കെ കൂടി വരാൻ പോകുന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ ഒരുമിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ബീഹാറിൽ ഇപ്പോൾ നടന്ന കൗൺസിൽ ഇലക്ഷനിൽ ഇവരെല്ലാ പേരും ചേർന്ന് മത്സരിച്ചിട്ടും ജനങ്ങൾ ഞങ്ങളെയല്ലേ വിജയിപ്പിച്ചത്. അതുപോലെ തന്നെ മറ്റു തെരഞ്ഞെടുപ്പ് നടന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്ന പല സ്ഥലങ്ങളിലും ഇവർ ഒരുമിച്ച് ചേർന്നില്ലേ. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ഉൾപ്പെടെയുള്ളവർ ആവേശം കൊള്ളുകയാ. ലാലു പ്രസാദ് യാദവ്, നിതീഷ്, നിങ്ങൾ വിളിച്ചോളൂ, ജനങ്ങൾ ഞങ്ങളോടൊപ്പമാ. നിങ്ങൾ കുറെ പ്രതിപക്ഷ പാർട്ടികളെ നേരത്തെ പൂർണ്ണമായും വ്യക്തമായില്ല. എന്തായാലും എല്ലാ പാർട്ടികളുമായും സഹകരിച്ചു പോകും കോൺഗ്രസ് എന്നും നാളെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ്. ഈ വാർത്ത വന്നപ്പോൾ തന്നെ, സസ്പെൻഷൻ വന്നപ്പോൾ തന്നെ കൂടെ കേട്ടത് ഇന്ന് രാത്രിയും സഭാതലത്തിൽ തന്നെ സോണിയാഗാന്ധി അടക്കമുള്ളവർ കുത്തിയിരിക്കുകയും തുടർന്ന് ഇനി അങ്ങോട്ട് 5 ദിവസം പ്രതിഷേധ പരിപാടികൾ സഭയ്ക്കുള്ളിൽ തന്നെ നടത്താൻ തീരുമാനിക്കുകയൊക്കെയുമായിരുന്നു. അതിൽ നിന്നൊക്കെ പിൻവാങ്ങി അതിന് പുറത്ത്, പാർലമെൻറ്റിന് പുറത്ത് മതി സമരം എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇല്ല, ഇതിനകത്ത് ഒരു കാര്യം, ഈ രാജേഷിന്റെ ഒരു ബോഡി ലാംഗ്വേജിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. കാരണം BJP-യുടെ ഇത്തരത്തിലുള്ള അഹങ്കാര രാഷ്ട്രീയവും അവരുടെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യം നിറഞ്ഞ ഭാഷയുമാണ്
ഇന്ന് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അതാണ്, അത് ഭരണത്തിൽ കാണാൻ കഴിയും, സഭയിൽ കാണാൻ കഴിയും, BJP നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിൽ കേൾക്കാൻ കഴിയും, അവരുടെ വർത്തമാനത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ഇവർ 2 സീറ്റുമായിട്ട് 1984 2 സീറ്റുമായി ലോക്സഭയിൽ വന്നവരല്ലേ BJPക്കാര്? അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സീറ്റ് കുറയുന്നത് കൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടി പൂർണ്ണമായി തകർന്നു എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ BJPക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് ഇപ്പോൾ BJP ഒരു പ്രത്യേക സാഹചര്യത്തിൽ 320 സീറ്റ് അവർക്ക് കാണുന്നത്. അത് വെറും ദിവാസ്വപ്നമല്ലേ? അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമല്ലേ? ബീഹാറിൽ എന്താണ് ബീഹാറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇലക്ഷൻ എന്ന് പറയുന്നത്? അത് ജനങ്ങൾ വോട്ട് ചെയ്തതാണോ? അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ചില പ്രത്യേക ആളുകൾക്ക് വോട്ട് ചെയ്തതാണ്. എന്താണ് രാജേഷ് ഇരുന്നുകൊണ്ട് ഈ ഇങ്ങനെ രാജേഷ് എന്തിനാണ് ജനങ്ങളെ തെരഞ്ഞെടുക്കുന്നത്? ബീഹാറിൽ 12 BJP കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ഭാരവാഹിയാണ് അദ്ദേഹം. തീരുമാനിക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട്. എന്തായിരിക്കും അടുത്ത 5 പ്രവൃത്തി ദിവസങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റ് കാണാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറയൂ. അല്ല, ബീഹാറിലെ കാര്യം ഇവിടെ പറഞ്ഞു. അത് നമുക്കറിയാം. ചില കോട്ടയിൽ നിന്ന് നടക്കുന്ന ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുന്നതല്ല, ചില നമ്മുടെ രാജ്യസഭയിലെ ഇവിടെ അതിനു മുമ്പ് 12 BJP MLA-മാർ ലോക്സഭാ അംഗങ്ങളായി ജയിച്ചതിന് ശേഷം ബീഹാറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP എത്ര സീറ്റിലാണ് ജയിച്ചത്? 2 സീറ്റിലാണ്. ബാക്കി 10 സീറ്റിലും നിതീഷ് കുമാർ. ആളുകൾക്കെല്ലാം അറിയാവുന്ന കുറെ ഫാക്ട്സ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്ത് കാര്യം? അടുത്ത 5 ദിവസം എന്താണ് ചെയ്യാൻ പോകുന്നത്? താങ്കൾ പൊതുതെരഞ്ഞെടുപ്പ് നടന്നാൽ മഹാരാഷ്ട്രയിൽ, മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, ഹരിയാനയിൽ, അത് പഞ്ചാബിൽ, എല്ലായിടത്തും BJP നിലം പരിശാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? എന്താണ് അടുത്ത 5 പ്രവൃത്തി ദിവസങ്ങളിൽ രാജ്യം കാണാൻ പോകുന്നത്? തലസ്ഥാനത്തെ പാർലമെന്റിൽ എന്താണ് നടക്കാൻ പോകുന്നത്? ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ വിശദീകരിക്കൂ. നമുക്ക് സമയക്കുറവുണ്ട്. വിശ്വസിക്കാൻ കഴിയും ഇത് ഇന്ത്യയല്ലേ? അതാണ് വിഷയം. കോൺഗ്രസിന് എവിടെയാണ് ഇത് കൊണ്ടുചെന്ന് എത്തിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയുണ്ടോ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്? നിങ്ങൾ തുടങ്ങി, പക്ഷെ എവിടെയാണ് ഇത് കൊണ്ടുചെന്ന് എത്തിക്കേണ്ടതെന്ന് അറിയില്ല കോൺഗ്രസിന് എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്താർ അബ്ബാസ് നഖ്വി പറഞ്ഞത്. ആ നിലയിലാണോ താങ്കൾ ഇപ്പോൾ എന്തൊക്കെയോ പറയുന്നത്? ഞങ്ങൾ എവിടെ ഒറ്റപ്പെട്ടത്? ഞങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് ലോക്സഭയിൽ അംഗസംഖ്യ കുറവാണെങ്കിലും ഞങ്ങൾക്ക് 52 പേരെ ലോക്സഭയിൽ ഉള്ളെങ്കിലും ആ 52 പേരും ഞങ്ങളോടൊപ്പം യോജിക്കുന്ന കക്ഷികളെ ഞങ്ങൾ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് BJP-യെ, ഇത്രയും മൃഗീയമായ ഭൂരിപക്ഷമുള്ള BJP-യെ ഞങ്ങൾ ലോക്സഭയിൽ ഇട്ട് മൂക്കിട്ട് ഇച്ഛാവരയിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ? അതൊരു ചെറിയ കാര്യമാണോ? 52 MP-മാർ മാത്രമുള്ള നിങ്ങൾ നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസ് MP-മാരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം? പ്രവർത്തിക്കുന്ന നിങ്ങളുടെ നയം, നിങ്ങളുടെ നേതാവ് നരേന്ദ്രമോദിയുടെ ഈ പ്രവർത്തന ശൈലി, അതുകൊണ്ട് എന്ന് നിങ്ങൾക്ക് ജയിക്കാം, എന്ന് ഈ രാജ്യത്തെ ഭരണം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇത് ഇന്ത്യയാണ്. താങ്കൾ പറയുന്ന രാഷ്ട്രീയ നിലപാടുകൾ എല്ലാവർക്കും മനസ്സിലാകുന്നു. മാത്രമല്ല ആവേശം ഉൾക്കൊള്ളുന്നു. നരേന്ദ്രമോദിക്കെതിരെ നിങ്ങൾക്ക് ഇപ്പോഴാണ് ഗ്രിപ്പ് കിട്ടിയത്. ക്ലച്ച് നന്നായി പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം മനസ്സിലാവുന്നു. രാഹുൽ ഗാന്ധി പെർഫോമൻസ് ലെവൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആവേശഭരിതരാണ്. മാത്രമല്ല കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ പ്രധാന ഭാരവാഹി എന്ന നിലയിൽ അതിൻ്റെയൊക്കെ മുൻനിരയിലുണ്ട്. താങ്കളൊരു നല്ല നേതാവായി ഉയർന്നു വരട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, അടുത്ത 5 പ്രവൃത്തി ദിവസങ്ങളിൽ എന്തായിരിക്കും ചെയ്യാൻ പോവുക? അടുത്ത് ഞങ്ങൾ തീർച്ചയായും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിപക്ഷത്തെ ആകെ പുറത്താക്കിക്കൊണ്ട് ലോക്സഭയിൽ ബിസിനസ് ഒക്കെ പാസ്സാക്കി പോകാമെന്നാണ് അവർ ധരിക്കുന്നത്. അതിനാണ് 25 പേരെ. എന്തിനാ 25 പേരെ സസ്പെൻഡ് ചെയ്ത്? പാർലമെന്റ് ചരിത്രത്തിൽ 25 പേരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ 25 പേരെ സസ്പെൻഡ് ചെയ്ത് ഞങ്ങളെ പുറത്ത് നിർത്തുക, ബാക്കിയുള്ളവരെയും കൂടി നാളെ മറ്റന്നാളുമായിട്ട് സസ്പെൻഡ് ചെയ്യുക, എന്നിട്ട് ബിസിനസ്സുകളെല്ലാം പാസ്സാക്കി നേരത്തെ ലോക്സഭ പിരിയുക. ഇതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തന്ത്രം. ഇതാണ് ഗുജറാത്ത്. അല്ല, ഇപ്പൊ ഗുജറാത്തില്
ഗുജറാത്തിൽ ഇതാണ് നടത്തിക്കൊണ്ടിരുന്നത്. നരേന്ദ്രമോദി കഴിഞ്ഞ 10-15 വർഷക്കാലം ഗുജറാത്തിൽ നടത്തിയ അല്ല, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ലോക്സഭയിൽ നരേന്ദ്രമോദിക്ക് 288 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ഭൂരിപക്ഷം നരേന്ദ്രമോദിക്കൊപ്പമാണ്. രാജ്യസഭയിലാണ് നരേന്ദ്രമോദിക്ക് പിന്തുണയില്ലാത്തത് അല്ലെങ്കിൽ ഭൂരിപക്ഷമില്ലാത്തത്. രാജ്യസഭയിലല്ലല്ലോ സസ്പെൻഷൻ നടത്തിയിട്ടുള്ളത്, ലോക്സഭയിലാണല്ലോ. രാജ്യസഭയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇംഗിതത്തിനനുസരിച്ച് സസ്പെൻഷൻ നടപ്പാക്കാനും കഴിയില്ല. കാരണം അവിടെ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയാണ് അധ്യക്ഷൻ. ഉപാധ്യക്ഷൻ നിങ്ങൾ നിശ്ചയിച്ച ആളാണ്. അവിടെ നരേന്ദ്രമോദി വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. പ്രധാനമന്ത്രി എന്താ വരാത്തത്? എന്തുകൊണ്ട് നരേന്ദ്രമോദി മാറി നിൽക്കുന്നു? മറുപടി പറയുന്നില്ല. ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഞങ്ങൾക്ക് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. ലോക്സഭയിലെ 25 പേരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ലോക്സഭയിൽ നരേന്ദ്രമോദി സർക്കാരിന് പൂർണ്ണമായ ഭൂരിപക്ഷമുണ്ട്. എന്നാൽ രാജ്യസഭയിലാണ് നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷമില്ലാത്തത്. അവിടെ സഭ നിയന്ത്രിക്കുന്നത് ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയും PJ കുര്യൻ എന്ന കോൺഗ്രസ് പാർട്ടിക്കാരനുമാണ്. അപ്പോൾ ഭൂരിപക്ഷം കൃത്രിമമായി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ സസ്പെൻഷൻ എന്നുള്ള താങ്കളുടെ വാദം ശരിയല്ല. കൊടുക്കുന്നില്ല. അല്ല നികേഷ്, ഇപ്പോ സ്വാഭാവികമായി 25 കോൺഗ്രസ് MP-മാരെ സസ്പെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ബാക്കി കോൺഗ്രസ് MP-മാർ സഭയിൽ പോവില്ല. കാരണം അങ്ങനെ പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ MP-മാർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും ഒരു കറുത്ത ദിനമാണെന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സസ്പെൻഷൻ നടത്തി സഭ നടത്തിക്കൊണ്ടുപോകുന്നത് ഇതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു, ലെഫ്റ്റ് ഒരു തീരുമാനമെടുത്തു. അപ്പോൾ പ്രതിപക്ഷങ്ങളൊന്നും അടുത്ത 5 ദിവസത്തേക്ക് സഭയിലേക്ക് പോകാൻ സാധ്യതയില്ല. അങ്ങനെ വന്നാൽ ഈ ബില്ലുകളെല്ലാം പാസ്സാക്കി ഇവർക്ക് പോകാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഇത്രയും. ഒറ്റ ചോദ്യം കൂടി എനിക്ക് സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ചോദ്യം കൂടി. അതായത് രാജ്യസഭയിലും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും അടക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷമാകെ തന്നെ ഈ BJD-യും അണ്ണാ-DMK-യും ഒഴിച്ചുള്ള ഒരു കക്ഷികളും പോകില്ല, ഒരംഗവും പോകില്ല രാജ്യസഭയിലും. അങ്ങനെയാണ് കാര്യങ്ങൾ വ്യക്തമാണ്. അല്ല, രാജ്യസഭയിൽ സസ്പെൻഷൻ ഇല്ലല്ലോ. രാജ്യസഭയിലെ MP-മാരെ രാജ്യസഭയിലാണ്. അതുകൊണ്ട് രാജ്യസഭയിൽ പോകുന്നതിന് തടസ്സമൊന്നുമില്ല. അല്ലെന്ന് ഇവിടെ സസ്പെൻഷൻ ഈ ഭൂമി ഏറ്റെടുക്കൽ ബിൽ രാജ്യസഭയിലാണ് പാസ്സാക്കിയെടുക്കാൻ കഴിയാതിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ ബിൽ അടക്കമുള്ള 11 ബില്ലുകൾ രാജ്യസഭയിൽ പാസ്സാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു ലോക്ക് ജാം നേരിടുന്നത്, ഒരു പ്രതിസന്ധി NDA സർക്കാർ നേരിടുന്നത്. രാജ്യസഭയിൽ നിങ്ങൾക്കാണ്, പ്രതിപക്ഷത്തിനാണ് ഭൂരിപക്ഷം. നരേന്ദ്രമോദി ആ കടമ്പ കടന്നു കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രീ VV രാജേഷിനെ പോലുള്ളവർ ആവർത്തിച്ച് പറയുന്നത് പോലെ ബീഹാർ പിടിക്കാൻ നോക്കുന്നത്, മറ്റ് സംസ്ഥാനങ്ങൾ പിടിക്കാൻ നോക്കുന്നത്. അത് സാധിക്കോ ഇല്ലയോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാം. അപ്പോൾ രാജ്യസഭയിൽ നിങ്ങൾ പോകും എന്നതിനാൽ ഈ ബില്ലുകൾ ഇതേ നിലയിൽ തന്നെ തുടരുമെന്നുള്ളതാണ്. ബീഹാർ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. ബീഹാറിൽ തന്നെ പക്ഷേ തന്നെ 5 മുഖ്യമന്ത്രിമാരെ ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ. ശ്രീ VV രാജേഷ്, ഇനി പക്ഷേ ലോക്സഭയിലെ തർക്കം രാജ്യസഭയിൽ ഉന്നയിക്കും. അവിടെ ഒരു ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. വേറൊരു സഭയിൽ നടന്ന കാര്യങ്ങൾ രാജ്യസഭയിൽ ഉന്നയിക്കാൻ പാടില്ല. പക്ഷേ ഉന്നയിക്കപ്പെട്ടേക്കാം. കാരണം ഈ പ്രതിഷേധങ്ങളെല്ലാം രാജ്യസഭയിലും ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെയും നടപടി ഉണ്ടാക്കിയെടുക്കാൻ ഒരുപക്ഷെ BJP ശ്രമിച്ചേക്കും എന്നുള്ളതാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത്. ബീഹാറിലൊന്നും BJP അധികാരത്തിൽ വരാൻ പോകുന്നില്ല. ഇത് മൊത്തം കലക്കിയെടുക്കുക, അതാണ് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത്. ശ്രീ ഹമീദ് അൻസാരിയും PJ കുര്യനുമാണ്. അല്ല, ആ സഭ നടത്തിക്കൊണ്ട് പോകേണ്ട ചുമതല അവിടുത്തെ അധ്യക്ഷനും ഉപാധ്യക്ഷനുമാണ്. ഇനി അത് അവർ കൈകാര്യം ചെയ്തോളും. ഇനി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത ദിനം ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനമാണ്. ആ ഇന്ദിരാഗാന്ധിയുടെ മരുമകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും അതുപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെയും അട്ടിമറിക്കുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തുകയാണോ സംശയിക്കേണ്ടിയിരുന്നു. കാരണം സോണിയാഗാന്ധിയുടെ പിടിവാശിയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഘടകമെന്ന് കോൺഗ്രസ് MP-മാർക്കകത്ത് അഭിപ്രായമുണ്ട്. അത് തുറന്നു പറഞ്ഞ ശശി തരൂരിനെ അവർ ഭീഷണിപ്പെടുത്തിയിരുത്തി. കോൺഗ്രസ് MP-മാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. സംശയിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ സമ്പദ്ഘടനയെ അട്ടിമറിക്കുവാൻ നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലമായിട്ടാണോ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള ജനാധിപത്യ ധ്വംസനങ്ങൾക്ക് ഇടയാക്കുന്നത്? രാജേഷിന്റെ അഭിപ്രായം അതാണ്. ഒപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീ KN ബാലഗോപാൽ, ഒപ്പം തന്നെ ശ്രീ PS ശ്രീധരൻപിള്ള, ഇറ്റേഴ്സ് അവർ പങ്കെടുത്തതിനെ നന്ദി. പറഞ്ഞോളൂ വളരെ വേഗത്തിൽ. ഒരു മിനിറ്റ്
ഒരു മിനിറ്റ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കർത്തനം അടിയന്തരാവസ്ഥയില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കർത്തനം എന്ന് വെച്ചാൽ ഗുജറാത്തിൽ നിരപരാധികളായ പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ കൊന്നടിക്കുക, മതന്യൂനപക്ഷങ്ങളെ ചവിട്ടിമെതിച്ച് അവരെ ഇഞ്ചോടിഞ്ച് കൊന്ന് അവരെ വലിച്ചെറിഞ്ഞ നരേന്ദ്രമോദിയുടെ ഏറ്റവും ഭീകരമായ ഭരണം അതായിരുന്നു ഇന്ത്യൻ നിങ്ങൾ 10 കൊല്ലം ഭരിച്ചപ്പോൾ അതിനെ അന്വേഷിച്ച് പ്രതികളെ എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? താങ്കൾ 10 കൊല്ലം നിങ്ങൾ ഭരിച്ചപ്പോഴേക്ക് എന്തുകൊണ്ടാലും പ്രതികളെ കണ്ടെത്തിയില്ല? ഭരണമുണ്ടായിരുന്നല്ലോ. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഗുജറാത്തിൽ നടന്നത് എന്താണ്? ഇന്ത്യൻ ജനാധിപത്യത്തിൽ നാം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ നടപടികളാണ് ഗുജറാത്തിൽ കണ്ടത്. അവിടുത്തെ നിരപരാധികളായ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയ ഒരു ഭരണകൂട ഭീകരത നടത്തിയ ഒരു അവിടുത്തെ പ്രോസിക്യൂഷനെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ കുഴപ്പമാകുമെന്ന് സുപ്രീം കോടതി പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അത് വലിയ കുറ്റപത്രമല്ലേ നരേന്ദ്രമോദി സർക്കാരിനെതിരായ? നരോദ പാട്ടിയയിൽ അവിടെ മായ കോട്നാനി എന്ന മന്ത്രിക്കെതിരെ കുറ്റം ചുമത്തിയെന്ന് മാത്രമല്ല അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഗുജറാത്ത് സർക്കാരിലെ എല്ലാ കാര്യങ്ങളും മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് തീർപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയണ്ട. പരമാവധി കാര്യങ്ങൾ അവിടെ തീർപ്പായിട്ടുമുണ്ട്. ശ്രീ വി വി രാജേഷ്, നിങ്ങൾ കേസ് വിചാരണ പുറത്തു കൊണ്ടുപോകും. വിചാരണ പുറത്തു കൊണ്ടുപോയത് സുപ്രീം കോടതി പറഞ്ഞിട്ടാണ്. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ കുറ്റപത്രമാണ്. അതുപോലെ തന്നെ നരോദ പാട്യ കൂട്ടക്കൊല 95 പേർ മരിച്ച സംഭവത്തിൽ നരേന്ദ്രമോദി സർക്കാരിലെ വനിതാ ശിശുക്ഷേമ മന്ത്രിയാണതിലെ പ്രധാന പ്രതി ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട വെള്ളം കുടിക്കുന്നത് സർക്കാരിന്റെ കാലത്ത് ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ല. കുറച്ച് കാര്യങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രധാന കാര്യങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് നന്ദി. ഈ ചർച്ച ഞാൻ അവസാനിപ്പിക്കുകയാണ്.